ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. പാറമടകളും ജനവാസ കേന്ദ്രങ്ങളുമായുള്ള ദൂരം 200 മീറ്ററായി കൂട്ടാൻ നിർദ്ദേശം. നിലവിൽ 50 മീറ്ററാണ്. അൻവർ സാദത്ത് NCERT ഉപദേശക സമിതിയിലേക്ക്. കൈറ്റ് CEO അൻവർ സാദത്ത്. കൈറ്റിന്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നടൻ രജനീകാന്തിന്റെ രാഷ്ട്രീയ പ്രവേശനം. രജനീകാന്തിന്റെ രാഷ്ട്രീയ പാർട്ടി മക്കൾ നീതി മന്றம். UPയിൽ ആദ്യ മതപരിവർത്തന നിയമക്കേസ്. നിർബന്ധിത മതമാറ്റത്തിനെതിരെ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. 17-ാം നൂറ്റാണ്ടിലെ കേരളവും ഡച്ചുകാരും തമ്മിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കുന്ന പുസ്തകം കോസ്മോസ് മലബാറിക്കസ്. ഇന്ത്യൻ നെതർലാൻഡ് സർക്കാരുകൾ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇറാനിയൻ ശാസ്ത്രജ്ഞന്റെ കൊലപാതകം ദുഷ്ട നടപടിയെന്ന് മുൻ CIA തലവൻ. കൊല്ലപ്പെട്ട മുഹ്സിൻ ഫാഖ്രിസാദഹ് ഏത് രാജ്യത്തെ ആണവ ശാസ്ത്രജ്ഞനായിരുന്നു? ഇറാൻ. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി CIA. കൂട്ടിയിടിയുടെ വക്കിലെത്തി ഇന്ത്യ റഷ്യ ഉപഗ്രഹങ്ങൾ. റഷ്യയുടെ ബഹിരാകാശ കേന്ദ്രം റോസ്കോസ്മോസ്. ഒരാഴ്ചയ്ക്കിടെ 2ാം ന്യൂനമർദ്ദം നിവാറിന് പിന്നാലെ ബുറേവി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ് ബുറേവി. ബുറേവി ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ച രാജ്യം മാലദ്വീപ്. 2020 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട് തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് നിവാർ. തായ്ലൻഡ് ഗുഹാരക്ഷാദൗത്യം സിനിമയാകുന്നു. തായ്ലൻഡ് ഗുഹാരക്ഷാദൗത്യം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ 13 ലൈവ്സ്. തായ്ലാൻഡിൽ ഗുഹയിൽ കുടുങ്ങിയ ഫുട്ബോൾ ടീമിന്റെ പേര് വൈൽഡ് ബോർ. താം ലുവാങ് ഗുഹയിലാണ് ഇവർ അകപ്പെട്ടത്. സമുദ്ര സുരക്ഷയിൽ ഇന്ത്യ മാലദ്വീപ് ശ്രീലങ്ക ധാരണ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ.